നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മുടെ ചാനൽ വലിയ ഒരുപാട് നിയമ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെട്ടിത്തുറന്ന് പച്ചയായ നഗ്ന സത്യങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന, അതേ തീവ്രമായ രീതിയിൽ തന്നെ എത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. അതിൽ വെട്ടിക്കുറച്ചിലുകളോ അതല്ലെങ്കിൽ വെട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല, സെൻസറിങ് ഒന്നുമില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് ഒരുപാട് നൂലാമാലകളിലൂടെ നമ്മളെ കുരുക്കിക്കൊണ്ട് സർക്കാർ സംവിധാനം, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ ഭരണകൂട ഭീകരത കൃത്യമായിട്ടും നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തരണം ചെയ്യാൻ മാന്യ പ്രേക്ഷകരുടെ സകലവിധ പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയുടെ ആദ്യ കമന്റും മാന്യ പ്രേക്ഷകർ ഒന്ന് വായിക്കണമെന്ന്, എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ടുകൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, ഇന്ന് ആദ്യമായി രാവിലെ തന്നെ കണ്ട ഒരു വാർത്ത, ഒരു ഗംഭീര വാർത്ത. അത് RV ബാബു സാർ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാവിലെ തന്നെ കണ്ടത്. അതിൽ കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോലും മനസ്സിൽ വിചാരിച്ച ഇന്ന് ചെയ്യണം, ഇന്നൊരു വീഡിയോ ചെയ്യേണ്ട ഒരു കണ്ടന്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ കണ്ടന്റുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് RV ബാബു സാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് മറ്റൊരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്: എല്ലാ മതേതരത്വ വിശ്വാസികൾക്കുമായി ഒരു തുറന്ന കത്ത്. ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലെ മദ്രസകളുടെ എണ്ണം സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം ഈ വിഷയത്തിൽ വേണമെന്ന് തോന്നിയതും അതിന് പ്രകാരം ലഭിച്ച അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും തോന്നിയതും. കേരളത്തിലെ ആകെ ജനസംഖ്യ 3,56,99,443. ഇത് 2011 ശേഷം നടന്നിട്ടില്ല, ഇവിടെ സെൻസസ് നടന്നിട്ടില്ല എന്ന് നമ്മൾക്കറിയാം. 2012 മുതൽ ഇങ്ങോട്ടുള്ള ജനസംഖ്യ എത്ര എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ആകെ അറിയുന്നത് ഇവിടുത്തെ ഭരിക്കുന്ന ഇടത് വലത് കക്ഷികൾക്കും മാത്രമല്ല കേന്ദ്ര സർക്കാരിനും അറിയുമായിരിക്കും. കാരണം ഇവിടുത്തെ ജനസംഖ്യ ഓരോ കാര്യങ്ങൾക്കുമായും കേന്ദ്ര സർക്കാരിന്റെ ആധാറായി മറ്റൊന്നുമൊക്കെ ലിങ്ക് ചെയ്തത് കൊണ്ട് ഏകദേശം ജനസംഖ്യ കേന്ദ്ര സർക്കാരിനും അറിയാം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇവിടെ സെൻസസ് പിന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2012 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഈ സമയം 2012 വരെ കേരളത്തിലെ ജനസംഖ്യയാണ് പറയുന്നത് 3.5 കോടിക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളത്. അതിൽ രണ്ടാമത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 88,73,472, അതായത് 26%. നമുക്ക് 2012 വരെയുള്ള കാര്യം മാത്രമാണ് ഈ പറയുന്നത്. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം 21,683. ഇതൊക്കെ 2012 വരെയുള്ളതാണ്. അതിനുശേഷമുള്ള കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല. കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ എണ്ണം 2,04,683. കേരളത്തിലെ പഞ്ചായത്തുകളുടെ ആകെ എണ്ണം 941. ശരാശരി ഒരു പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം, അതായത് 21,683 നമ്മൾ 941 പഞ്ചായത്തുകളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ചായത്തിൽ ഏകദേശം 23 മദ്രസകൾ ഉണ്ട് എന്നാണ് കണക്ക്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ 23 അല്ല അതിലും അധികം ഉണ്ട് എന്നുള്ളത് പഞ്ചായത്തിന്റെ എല്ലാ വിസ്തീർണവും അറിയുന്ന എല്ലാ ആളുകൾക്ക് അറിയാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു മദ്രസ അധ്യാപകന്റെ ശമ്പളം 25,000 പ്രതിമാസം, മണിക്കൂറിന് 300 രൂപ നിരക്കിൽ പോലും ശമ്പളം പറ്റുന്നവർ ഉണ്ട് എന്നുള്ളത് പുറമെയാണ്. ഒരു മാസം മദ്രസ അധ്യാപകർക്കായി ഖജനാവിൽ നിന്നും കൊടുക്കുന്ന ശമ്പളം 2,04,683 ഇൻറ്റു 25,000. അതായത് 2,04,683 മദ്രസ അധ്യാപകന്മാർ. എന്താണ് ഇവരുടെ ജോലി എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഉണ്ട് എന്നിരിക്കെ 25,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന സംഖ്യ ഞമ്മന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ബോധം കെട്ടുപോകുന്ന രീതിയിലുള്ള വലിയ സംഖ്യയാണ് വരിക. അത് പ്രേക്ഷകർ തന്നെ കൂട്ടി നോക്കുക. ഒരു മാസം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന പെൻഷൻ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയതാണിത്. അത് 6,000 രൂപ ഇൻറ്റു 2 ലക്ഷം. അതായത് വലിയ സംഖ്യ, നമ്മൾക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ കോടിക്കണക്കിന് രൂപയാണ് ഈ മദ്രസ അധ്യാപകന്മാർക്ക് സർക്കാർ ചിലവഴിക്കുന്നത്. ആകെ ഒരു മാസം മദ്രസ ശമ്പളവും പെൻഷനും കൂടി ഖജനാവിൽ നിന്ന് നൽകുന്ന പണം തന്നെ കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ആധികാരികമായിട്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും KT ജലീൽ നിയമസഭയിൽ തന്നെ നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞമ്മന്റെ മദ്രസ മതം വളർത്താൻ വേണ്ടി ഞമ്മൻ സർക്കാരിൽ മർദ്ദം ചെലുത്തിക്കൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് ഇത്രയാണെന്ന് അഭിമാനത്തോടെ KT ജലീൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന ഈ ചങ്ങാതി, ഈ നിയമസഭയിൽ തന്നെ കഴിഞ്ഞ ടൈമിൽ പിണറായി വിജയന്റെ ആ മന്ത്രിസഭയിൽ കൃത്യമായിട്ട് വായിച്ച കണക്ക് പ്രകാരത്തെ ആസ്പദമാക്കിയാണ് ഈ പറഞ്ഞത്. ഇനി ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇന്നാണ് RV ബാബു സാർ ഇട്ട ഒരു ഫേസ്ബുക്ക്
ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞു. അതിൽ കൃത്യമായിട്ടും വന്നിരിക്കുന്ന വാർത്ത അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഈ പറയുന്ന കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും അറിയേണ്ടതാണ്. മതേതര കേരളം, ജനാധിപത്യ കേരളം, നമ്മൾക്കിവിടെ ഹിന്ദുവില്ല, ക്രിസ്ത്യാനില്ല, മുസ്ലിമില്ല, മനുഷ്യരക്തമാണ് പ്രധാനം എന്ന് പറഞ്ഞ് ഹിന്ദു രക്തം ഞങ്ങളിലില്ല, മുസ്ലിം രക്തം ഞങ്ങളിലില്ല, ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ലേ ഇല്ല, ഞങ്ങൾക്കുള്ളത് ആകെ എന്താണ്, മാനവിക രക്തമാണെന്ന് മുദ്രാവാക്യം നടത്തുന്ന ഇവന്മാർ നടത്തിയ ഈ പരിപാടിക്കെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് RV ബാബു സാർ എന്നിട്ടിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് വരുന്നത് ഇങ്ങനെയാണ്: മതപ്രവർത്തനത്തിന് സർക്കാർ എന്തിന് പണം നൽകുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഒരു പത്ര കട്ടിംഗ് ആണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ആ പത്ര കട്ടിങ്ങിൽ വരുന്ന കാര്യം എങ്ങനെയെന്ന് അറിയാമോ? മതപരമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എന്തിനാണ് പണം നൽകുന്നതെന്ന് ഹൈക്കോടതി. മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റും നൽകുന്നതിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വാക്കാലുള്ള ചോദ്യം. മദ്രസ അധ്യാപകർക്ക് പെൻഷൻ നൽകുമ്പോൾ സർക്കാരിന്റെ വിഹിതം എത്ര, ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ വിഹിതം എത്ര തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി സമർപ്പിക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് 2019 അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഓർഗനൈസേഷൻ ഫോർ ഡെമോക്രസി സെക്യുലറിസം ഇക്വാലിറ്റി സെക്രട്ടറി മനോജ് അഡ്വക്കേറ്റ് C രാജേന്ദ്രൻ മുഖാന്തരം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിനുവേണ്ടി സർക്കാർ വെൽഫെയർ ബോർഡ് രൂപീകരിച്ചതായും 18 മുതൽ 55 വയസ്സ് വരെയുള്ള മദ്രസ അധ്യാപകരെയാണ് ഇതിൽ അംഗങ്ങളാക്കുന്നതെന്നും ഇവരിൽ നിന്ന് മാസം 50 രൂപ മാത്രമാണ് വരിസംഖ്യയായി വാങ്ങുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഖുർആൻ വിദ്യാഭ്യാസം നൽകുന്ന ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രമുള്ള മദ്രസകൾക്കായി സർക്കാർ ഇങ്ങനെ വൻ തുകകളാണ് ചെലവിടുന്നതെന്ന്, ഇത് ഭരണഘടനാ വിരുദ്ധ മതേതര സങ്കല്പത്തിനും വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു. മതസ്ഥാപനം നടത്താൻ സർക്കാർ പണം നൽകണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. ജനങ്ങൾ നൽകുന്ന നികുതി പണമെടുത്താണ് മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റും നൽകുന്നത്. ഇത് തെറ്റായ നടപടിയാണ് എന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. മദ്രസ അധ്യാപകർ എത്ര, അവർക്ക് നൽകുന്നത് എന്തൊക്കെ എന്നുള്ള ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ വാർത്തയിൽ തന്നെ അതും കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം 27,814, മദ്രസ അധ്യാപകരുടെ എണ്ണം 2,04,683. കേരളത്തിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ നമ്മൾ ആദ്യം വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അതിലെ ഡീറ്റെയിൽസ് ആണ് പിന്നെ ഈ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല പെൻഷൻ 1,500 മുതൽ 7,500 രൂപ വരെയാണ് കൊടുക്കുന്നത്. വിവാഹം, വീട് നിർമ്മാണം, ചികിത്സ, പ്രസവം എന്നിവയ്ക്ക് വേറെ ധനസഹായവും. അംഗത്തിന്റെയോ 2 പെൺമക്കളുടെ വിവാഹത്തിന് 10,000 രൂപയാണ് സഹായം. വീട് വെക്കാൻ പലിശയില്ലാതെ 2.5 ലക്ഷം രൂപ വരെ വായ്പ. ചികിത്സയ്ക്ക് 5,000 മുതൽ 25,000 രൂപ വരെ സഹായം. വനിതാ അധ്യാപകർക്ക് 2 പ്രസവങ്ങൾക്ക് 15,000 രൂപ വീതം സഹായം. പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന മദ്രസ അധ്യാപകരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രൊഫഷണൽ കോളേജുകളിലെ ഫീസിന് തുല്യമായ ഫീസും ലഭിക്കും. അംഗം മരണമടഞ്ഞാൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ശവസംസ്കാരത്തിന് കുടുംബ പെൻഷൻ, ചികിത്സാ സഹായം എന്നിവയും ലഭിക്കും. 6 അംഗങ്ങൾ അടയ്ക്കേണ്ടത് മാസം 50 രൂപ, സമിതികൾ നൽകേണ്ടതും 50 രൂപ. അതായത് മാസം 100 രൂപ മാത്രം ഇത്തരത്തിൽ അടച്ചു പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ മുസ്ലിം മതം പഠിപ്പിക്കുന്ന, ഈ ഖുർആൻ പഠിപ്പിക്കുന്ന, ഇന്ന് എന്താണ് ഈ ഖുർആന്റെ ഉള്ളിലുള്ളതെന്നൊക്കെ ജാമിദ ടീച്ചറും ജബ്ബാർ മാഷും ഹാരിഫ് ഹുസൈൻ സാറും അതുപോലെ സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടിത്തോട്ടം ഇങ്ങനെ ഒട്ടേറെ ആളുകൾ നമ്മളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ഈ മതം പഠിപ്പിക്കുന്ന, ലോകത്തിനാകമാനം സമാധാനം വിതയ്ക്കുന്ന ഈ മതം പഠിപ്പിക്കുന്ന ഇവർക്ക് ഇത്തരത്തിൽ ഞാനടക്കമുള്ള, നിങ്ങളടക്കമുള്ള ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കുന്ന നികുതി കാശ് എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ എന്താണ് മതേതരത്വമുള്ളത്, എന്ത് ജനാധിപത്യമാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കെതിരെയൊക്കെ ഒരുപാട് കേസുകൾ വരും. 153A ഒക്കെ ഇട്ടുകൊണ്ട് മതസ്പർദ്ധ വളർത്തുന്നു എന്നുള്ളത്. മതസ്പർദ്ധാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വർഗീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അടയ്ക്കുന്ന നികുതിക്കാശ് എടുത്തുകൊണ്ട് നടത്താം. പക്ഷേ അത് ചോദ്യം ചെയ്താൽ ചോദിക്കുന്നവൻ വർഗീയവാദി, അവനെ ജയിലിലടയ്ക്കും. ആ ജയിലിലടയ്ക്കുന്ന നിയമത്തിനെതിരെ ശക്തമായി തന്നെ ഇനിയും ആ ജയിലിലടയ്ക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇനിയും ശക്തമായി നമ്മൾ ഇതേ നിലപാടോടുകൂടി തന്നെ മുന്നോട്ട് പോകും. അതിന് മാന്യപ്രേക്ഷകരുടെ മാക്സിമം പിന്തുണ വേണ്ടതുണ്ട്. നമ്മുടെ ചാനലിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യ കമന്റ് ആയിട്ട് എല്ലാ വീഡിയോയുടെയും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. മാക്സിമം വീഡിയോകൾ എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും മാന്യപ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.